ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ടോപ്പിക്കാണ്. നമ്മുടെ വൺ പീസിൽ നമുക്കറിയാം നിക്കയുടെ കയ്യിൽ ഒരു സോഡ് ഷീൽഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സോഡ് ഷീൽഡ് നമ്മളെ ലൂഫിക്ക് കിട്ടാൻ പോകുന്നുണ്ടോ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നു. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ നോക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുള്ളൂ. ഞാനധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ വൺ പീസിലെ ലൂഫി ഒരു തരത്തിലുള്ള വെപ്പണും ഇതുവരെ യൂസ് ചെയ്യുന്നില്ല. എന്നാലും നമ്മുടെ നിക്കയുടെ കയ്യിൽ രണ്ട് വെപ്പണ് നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഒരു ഷീൽഡും ഒരു സോഡും. ഈ വെപ്പണ് നമ്മുടെ ലൂഫിക്ക് ഭാവി കിട്ടാൻ ചാൻസ് ഉണ്ടോ, അതാണ് നമ്മൾ നോക്കുന്നത്. എന്നാലും ചില തിയറിയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ ഷീൽഡും സോഡും നമ്മുടെ ലൂഫിയുടെ കയ്യിൽ ആദ്യം ഉണ്ട്. കാരണം മറ്റാരുമല്ല, നമ്മുടെ സോറോയും സാഞ്ചും. നമുക്കറിയാം നമ്മുടെ സോറോ വേൾഡ് ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ ആകുക എന്നതാണ് നമ്മുടെ സോറോയുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മുടെ സോറോ എന്തും ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സാഞ്ചി ആയിക്കോട്ടെ, സാഞ്ചിയുടെ ബോഡി എന്ന് പറയുന്നത് അൺഡിസ്ട്രക്റ്റബിൾ ആണ്. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ക്യൂനിൻ്റെ അറ്റാക്ക് കൊണ്ടിട്ട് ക്യൂനിൻ്റെ ആ സോഡ് പൊട്ടിപ്പോയതിനാൽ നമ്മുടെ സാഞ്ചിക്കൊന്നും പറ്റുന്നില്ല, ഒരു പവർഫുൾ ഷീൽഡ് പോലെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ പറഞ്ഞ തിയറി സത്യമാകാൻ നല്ല ചാൻസ് ഉണ്ട്. സോറോ ആയിക്കോട്ടെ ഒരു സ്പോർട്സ്മാനാണ്, നമ്മുടെ സാഞ്ചി ആയിക്കോട്ടെ ഒരു പെർഫെക്റ്റ് ഡിഫൻസുമാണ്. ഒരു പക്ഷേ ഇവർ രണ്ടുപേരായിരിക്കും ആ സോഡും ഷീൽഡും. അല്ലെങ്കിൽ ഇനി ഒരു പക്ഷേ ഈ സോഡും ഷീൽഡും ഇന്ന് നമ്മുടെ വൺ പീസ് വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സോറോയും സാഞ്ചിയും അല്ലെങ്കിൽ ഒരു പക്ഷേ അത് എൽബാഫിലുണ്ടാകാനാണ് ചാൻസ് കൂടുതൽ. നമുക്കറിയാം നമ്മുടെ എൽബാഫിലുള്ളവർ നമ്മുടെ നിക്കയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ നിക്ക എൽബാഫിൽ നിന്നുള്ള ഒരാളാകാനും ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിക്കയുടെ സോഡോ അല്ലെങ്കിൽ ഷീൽഡോ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ എൽബാഫിലുണ്ടായിരിക്കും. അതൊരു പക്ഷേ നമ്മുടെ എൽബാഫിൻ്റെ അവസാന ഭാഗം എത്തുമ്പോഴേക്കും വേണമെങ്കിൽ റിവേലായി ഒരു പക്ഷേ നമ്മുടെ ഹോളി നൈറ്റ്സ് വെച്ചുള്ള ഫൈറ്റിൽ നമ്മുടെ ലൂഫി യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. പിന്നെ ചില തിയറിയിലൊക്കെ പറയുന്നത് കാണിച്ചില്ല, നമ്മുടെ റോക്സ് ഡി സെബയ്ക്ക് യൂസ് ചെയ്തിരുന്ന സോഡ് നമ്മുടെ ലൂഫിയുടെ സോഡാണ്, നിക്കയുടെ സോഡാണ്. ഈ തിയറി സത്യമാക്കുകയാണെങ്കിൽ നമ്മുടെ ഷീൽഡും സോഡും ഇപ്പോഴും നമ്മുടെ വൺ പീസ് വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകും. അതൊരു പക്ഷേ ഫ്യൂച്ചറിൽ നമ്മുടെ ലൂഫിക്ക് കിട്ടുന്നതുമായിരിക്കും. പക്ഷേങ്കിൽ നമ്മുടെ വൺ പീസിൽ ഇതുവരെ കാണിച്ചത് വെച്ച് നോക്കുമ്പോൾ ലൂഫി ഒരു സ്പോർട്സ്മാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ള വെപ്പണും യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫി ഭാവിയിലും എനിക്ക് തോന്നുന്നില്ല വെപ്പണ് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ തിയറി സത്യമാകാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മുടെ സോറോയും സാഞ്ചിയും ഈ ഷീൽഡും സോഡും ആകുമെന്ന് പറഞ്ഞ ആ തിയറി സത്യമാകാൻ നല്ല ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന് ലോജിക്കലി ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്കും അത് തന്നെയായിരിക്കും തോന്നുക. അപ്പോൾ ഇത്രമാത്രമാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യത്തിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് ഓപ്പണാണ്, നിങ്ങൾക്കതിൽ എന്ത് വേണമെങ്കിലും പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ ഓൾ നോട്ടിഫിക്കേഷനിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് എന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.